ശ്രീതു അർജുൻ ലൈവിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ശ്രീതു ആയിരുന്നല്ലോ ടാസ്ക് ചെയ്തത്. അപ്പൊ ഇന്ന് രണ്ടുപേരെ വിളിക്കുമായിരിക്കും എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഞാനൊന്നും പ്ലാൻ ചെയ്യാതെയാണ് പോകുന്നേ എന്നൊക്കെയുള്ളത്. അപ്പൊ ശ്രീതു പറയും അങ്ങനെ പറയുകയും ചെയ്യും, പോയിട്ട് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറയൂലോ അർജുൻ. അപ്പൊ അതാണ് ശ്രീതു പറയണത്. ഡയലോഗ് ചുമ്മാ അടിക്കും, എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നന്നായിട്ട് തന്നെ പറയുകയൊക്കെ ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ്, ഞാനങ്ങനെ പഠിച്ചിട്ടൊന്നും അല്ല പരീക്ഷ എഴുതാൻ പോരെ, എന്റെ വേർഡ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതും. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ആണെങ്കിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അപ്പൊ ചെന്ന് തോന്നണത് എന്താണോ അതൊക്കെയാണ് പറയണതെന്നൊക്കെ പറയും. പിന്നെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ആണെങ്കിൽ ആ നടക്കാൻ വേണ്ടി മാക്സിമം എഫോർട്ട് ഇടുന്ന കാര്യമൊക്കെ അർജുൻ പറയുന്നുണ്ട്. ഒരു കാര്യം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് പ്ലാൻ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്ലാൻ ബി ആക്കുമോ എന്നൊക്കെ ശ്രീതി ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അല്ല ഞാൻ പ്ലാൻ എയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും, അത് കഴിഞ്ഞിട്ട് മാക്സിമം എഫോർട്ട് ഇടും, ആ റിയാക്ഷൻ എങ്ങനെയാണോ എന്ന് നോക്കും, എന്നിട്ട് അത് ജെനുവിൻ ആണെങ്കിൽ ആ രീതിയിൽ തന്നെ എഫോർട്ട് ഇടും എന്നൊക്കെയാണ് അപ്പൊ അർജുൻ പറയുന്നത്. അതിനുശേഷം അപ്പൊ ശ്രീതു അവിടെ നിന്ന് എണീറ്റ് പോകും. എന്നിട്ട് തിരിഞ്ഞിട്ട് അർജുനോട് ശ്രീതു ചോദിക്കുകയാണ് മാനേജറായിട്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യണോ. അത് കഴിഞ്ഞിട്ട് ശ്രീതു ഇങ്ങനെ മിണ്ടാതിക്കും. അപ്പത്തേക്ക് അർജുൻ ഭയങ്കര ചിരിയാണ്, എന്താണ് ഇങ്ങനെ ശ്രീതു പറയണേന്ന് അറിയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ശ്രീതു പറയും ഇത് കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് മതിയോന്ന്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഉള്ളിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് ശ്രീതു പോവാണ്. അർജുൻ ഭയങ്കര ചിരിയായിരുന്നു ശ്രീതു പറയണ കേട്ടിട്ട്. ഇവര് ഡ്രൈഡേയുടെ ദിവസമൊക്കെ എന്തോ ലൈഫ് ലോങ് മാനേജറുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ലൈഫ് ലോങ് മാനേജർ ആവാമോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. ഇതൊരു പ്രപ്പോസൽ ആണോ, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്?